ശ്രീ കുര്യാക്കോസ്, ഡോക്ടർ കെ ജയപ്രസാദ് പറഞ്ഞ അങ്ങ് കേട്ടല്ലോ. ഇപ്പോൾ പ്രതിപക്ഷം എവിടെയായിരുന്നു? ഇപ്പോൾ ഈ കോക്രോച്ച് പാർട്ടി വേണ്ടി വന്നു സമരം തുടങ്ങാൻ, അതിന് പിന്നാലെ വെച്ച് പിടിക്കുകയായിരുന്നു കോൺഗ്രസ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇത്രകാലം എവിടെയായിരുന്നു? അദ്ദേഹം കുറച്ചു കാലം വിദേശത്തായിരുന്നല്ലോ, തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കാൻ വൈകിയോ? അല്ല, ഈ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വളരെ ബാലിശമായിട്ടുള്ള പല ആശയപ്രകടനങ്ങളോടും സഹതാപം മാത്രം പ്രകടിപ്പിക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കുക, രാഹുൽ ഗാന്ധിയെ വിമർശിക്കുക എന്നുള്ളത് ഒരുതരം ഭ്രാന്താണ്. അത് ഇന്ത്യയിലെ BJP നേതാക്കന്മാർക്ക് ആ ഭ്രാന്ത് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ളതാണ്. ആ ഒരു ഭ്രാന്തിൻ്റെ പിന്നാലെ അദ്ദേഹത്തെ പോലെയുള്ള BJP വക്താക്കന്മാരും വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. രാഹുൽ ഗാന്ധി എന്ത് പഴിച്ചു? അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വളരെ ഉത്തരവാദിത്തപൂർണ്ണം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. രാഹുൽ ഗാന്ധി ഇവരൊക്കെ പേടിക്കുകയാണല്ലോ. രാഹുൽ ഗാന്ധി അല്ലാതെ വേറെ ആരാ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുള്ള സമരങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ഞാൻ ചോദിക്കുന്നത്, ഈ വിഷയമുണ്ടായി ആദ്യം പ്രതികരിച്ച നേതാവ് അദ്ദേഹമാണ്. ആ കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ ഒബ്ജക്ഷൻ അല്ലെങ്കിൽ പാർട്ടിയുടെ പോഷക സംഘടനകളുടെ സമരങ്ങളൊക്കെ അവിടെ വന്നു കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളതല്ല, രാജ്യത്തെ ചെറുപ്പക്കാരുടെ ഒരു സംഘാടനം എന്നുള്ള നിലയിലാണ് ഞങ്ങളതിനെ കാണുന്നത്. അതല്ലാതെ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടന സ്പോൺസർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവരൊക്കെ ആക്ഷേപിക്കുന്നത് പോലെയുള്ള ഒരു കൂട്ടായ്മയായിട്ടൊന്നും ഞങ്ങളതിനെ കാണുന്നില്ല. ഇന്ത്യയിലെ ചെറുപ്പക്കാർ ഈ വിഷയത്തിൽ BJPക്ക് എതിരായി വന്നിട്ടുണ്ട്, ഈ ഗവൺമെൻറ്റിനെതിരായി വന്നിട്ടുണ്ട്, അതിലുപരിയായി. അപ്പോൾ ആ കാര്യത്തെ സംബന്ധിച്ച് അവധാനതയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യാൻ അമ്പയെ പാളിപ്പോയ ഒരു ഗവൺമെൻറ് അനാവശ്യമായി രാഹുൽ ഗാന്ധിയെ ഫിക്സ് ചെയ്തുകൊണ്ട്, അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കണ്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ ഇനി അതല്ലെങ്കിൽ പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ എന്തെങ്കിലും തരത്തിലൊന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു എസ്കേപ്പ് മാർഗം, ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് മാത്രം ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജയപ്രസാദും ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ മറ്റൊന്നും അതിനകത്തുനിന്ന് നമുക്ക് കാണേണ്ടതായിട്ടില്ല. ഞാൻ 2-3 കാര്യങ്ങൾ അദ്ദേഹത്തിന് മറുപടിയായി പറയാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വീഴ്ച എന്താണ്? മെയ് 3-ാം തീയതി സമരം ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ താങ്കൾ തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ രാജിവെക്കുമായിരുന്നല്ലോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് അതിന് മറുപടിയില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഞാൻ പറയുന്നു, 2024 തുടർച്ചയായി ഇപ്പോൾ NDA രൂപീകൃതമായ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ പാർലമെൻറ്റിൽ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാഗമാണ്, എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാഗമാണ്. BJPയുടെ അംഗങ്ങൾ നിരവധിയായിട്ടുള്ളവർ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ NDAക്ക് വന്നിട്ടുള്ള വീഴ്ചകൾ, ഈ കാര്യത്തിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വന്നിട്ടുള്ള വീഴ്ചകൾ, മന്ത്രിക്ക് സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ, ഇതെല്ലാം ഈ പാർലമെൻ്ററി കമ്മിറ്റിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതെന്താ നിങ്ങളാരും കാണാത്തത്? അപ്പോൾ ഈ പറയപ്പെടുന്നത് പോലെ 2021, 2022, 2024 ഇതേ സമാനമായ ചോദ്യപേപ്പർ ചോർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ രൂപീകൃതമായ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ട് 2024 സമർപ്പിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ട് ആ റിപ്പോർട്ടിൻ്റെ മേലെയുള്ള ശുപാർശ നടപ്പിലാക്കിയില്ല? ഇത് ഗവൺമെൻറ്റിനെതിരെയുള്ള ചോദ്യമാണ്, ധർമ്മേന്ദ്ര പ്രധാനെതിരെയുള്ള ചോദ്യമാണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയതിനു ശേഷമുണ്ടായ നടപടിയാണ്. ആ നടപടിയിൽ അദ്ദേഹം യാതൊരു തരത്തിലുമുള്ള പ്രതികരണം നടത്താത്ത വിഷയമാണ്. എന്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അക്കാര്യത്തിൽ മറുപടി പറയുന്നില്ല? ഇനി അതല്ലെങ്കിൽ സംഭവിച്ച കൃത്യവിലോപത്തെ സംബന്ധിച്ച് മറുപടി പറയുന്നില്ല. നമ്പർ 1. നമ്പർ 2, ഈ പറയപ്പെടുന്ന കഴിഞ്ഞ അധ്യയന വർഷം 2025-26 പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഞാൻ ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കൃത്യമായ ഇടപെടലുണ്ടാകുന്നു. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ പാർലമെൻറ്റിൽ തന്നെ പ്ലേസ് ചെയ്യുന്നു ആ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നു, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മിറ്റി ശുപാർശകളുടെ അടിസ്ഥാനത്തിലുള്ള യാതൊന്നും ഇവിടെ നടപ്പിലായിട്ടില്ല. NTA എന്ന് പറയുന്ന സംവിധാനം ഒരു കുത്തഴിഞ്ഞ പ്രസ്ഥാനമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒബ്സർവർമാരെ സംബന്ധിച്ച് ഇനി അതിൽ എത്രയോ കാര്യങ്ങൾ, ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിംഗ് മുതൽ വാല്യുവേഷൻ വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഇതെല്ലാം അജ്ഞാതമാണ്. ഈ പറയപ്പെടുന്ന ആക്ഷേപങ്ങളെല്ലാം ഇതിനിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒബ്സർവർമാരെ നിയമിക്കുന്ന ആരാണെന്നറിയില്ല. ഈ പറയപ്പെടുന്ന CBSE സ്കൂളുകൾ, സ്വകാര്യ സ്കൂളുകൾ, സ്വകാര്യ അധ്യാപകർ നിരീക്ഷകരായി വരുന്നു. ബാങ്കുകളെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആരാണ് നിരീക്ഷിക്കുന്നത്? യാതൊരു ഉത്തരവുമില്ല. ഇനി ഈ പറയപ്പെടുന്നത് പോലെ ഇത് സംബന്ധിച്ചുള്ള NDAയുടെ ഡയറക്ടർമാരെ നിയോഗിക്കുന്നത് കേവലം സ്കൂൾ പ്രിൻസിപ്പൽമാരാണ്. കേന്ദ്ര സർവകലാശാലയിലെ അധ്യാപകരെ പോലും തിരഞ്ഞെടുക്കുന്ന പരീക്ഷയിൽ അതിനെ നിയന്ത്രിക്കുന്ന NDAയുടെ ഡയറക്ടർമാരെന്ന് പറയുന്നത് സ്കൂൾ പ്രിൻസിപ്പൽമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇങ്ങനെ ഒരു കുത്തഴിഞ്ഞ പ്രസ്ഥാനം പോലെ കേവലം 2 ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ഒന്ന് ഡയറക്ടർ ജനറൽ തസ്തികയിലിരിക്കുന്ന ഏറ്റവും ഉന്നത അധികാരി, അതോടൊപ്പമുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ, ഈ 2 ഉന്നത ഉദ്യോഗസ്ഥന്മാർ മാത്രമേ സർക്കാരിൽ നിന്നും ഡെപ്യൂട്ടേഷനായി NDAയിലുള്ളൂ.
ഇത്തരത്തിലുള്ള നിരവധിയായ അപാകതകൾ ഗവൺമെൻറ്റിന് മുമ്പാകെ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ തന്നെ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് ഈ സർക്കാർ യാതൊരു നടപടിയും എടുത്തില്ല എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടോ ബി ജെ പിക്ക്? ഈ പറയപ്പെടുന്ന രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പിന് ഇതിനെ സംബന്ധിച്ച് അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കൃത്യമായ ഡാറ്റാസ് ഉണ്ട്, എന്തൊക്കെയാണ് ഇവിടെ പാളിച്ചകൾ സംഭവിച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ ആ കൃത്യവിലോപത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കാൻ പറ്റുമോ? തീവ്രവാദം എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ രാജിയാണ് ഇവിടെ ആവശ്യം. ഇത് ജനാധിപത്യ ഗവൺമെൻറ്റാണ്. ഇത് ഒരിക്കലും ഒരു രാജഭരണമല്ല. ഇവിടെ ആരോ പറഞ്ഞതുപോലെ രാജഭരണമല്ല, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ്. അല്ലാതെ പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിൽ പോയി സമരം ചെയ്യാൻ പാടില്ല എന്നിവിടെ ബംഗ്ലാദേശിൽ നടന്നു, ഇനി അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നടന്നു എന്നൊക്കെ പറയുന്നത്, അതൊക്കെ വേറെ വല്ല ഭാഷയിലുമാണ് അതിനൊക്കെ മറുപടി പറയേണ്ടത്. ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് രാജാവാണോ? അല്ലല്ലോ. പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുമ്പിൽ സമരം ചെയ്തത് തെറ്റാണോ? അത് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്, ഇനിയും സമരം ചെയ്യും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഈ ചോദിച്ചതായ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്ത ഗവൺമെൻറ് ഇരുട്ടിൽ തപ്പിയാണ്. എന്നിട്ടിപ്പോൾ ഈ പറയപ്പെടുന്ന സമരത്തെ തീവ്രവാദ സമരമെന്നും ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എന്താണ് ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അതൊന്നും നടപ്പാകുന്ന കാര്യമില്ല. പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, എത്രയോ വിഷയങ്ങളിൽ ഈ ഗവൺമെന്റ് പ്രതിക്കൂട്ടിലായ എത്രയോ വിഷയങ്ങൾ, അതിനി അദാനിയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളായിക്കൊള്ളട്ടെ, ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കർഷക സമരം നടന്ന കാലഘട്ടത്തിലായിക്കൊള്ളട്ടെ, പെഗാസസിന്റെ ഇഷ്യൂ വന്ന കാലഘട്ടങ്ങളായിക്കൊള്ളട്ടെ, എത്രയോ ദിവസങ്ങളിൽ ഞങ്ങൾ ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി, അടിയന്തര പ്രമേയത്തിന് ചർച്ച അനുവദിക്കാൻ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് മടി കാണിക്കുന്നത്? കാരണം അതിൽ വോട്ടിംഗ് ഉണ്ടാവും. അതിനപ്പോൾ ഈ പറഞ്ഞതുപോലെ എതിർത്ത് വോട്ട് ചെയ്യേണ്ടി വരും. ആര്? ഈ പറയുന്ന ഗവൺമെന്റ് എതിർത്ത് വോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എന്തിനാണ് ഭയക്കുന്നത്? 193 ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായ പ്രകടനം നടത്തും, മന്ത്രി ഒരു മറുപടി പറയും, ആ മന്ത്രി മറുപടി പറയുന്നതോടുകൂടി അവിടെ പ്രശ്നം അല്ലെങ്കിൽ ആ ചർച്ച അവസാനിക്കും. അതല്ല അതിനാവശ്യം. ഈ രാജ്യം ഇന്ന് ഏറ്റവും കലുഷിതമായ ഒരു അന്തരീക്ഷത്തെ നേരിടുമ്പോൾ അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വിധി തീർപ്പാക്കുന്ന തരത്തിൽ ഇനിമേലിൽ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ മന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഒരു തീർപ്പിലേക്ക് കടന്നു പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.